ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമിക്കെതിരെ തീവ്ര ഇസ്ലാമിക സംഘടനകൾ രംഗത്ത്. മുഹമ്മദ് ഷമി റമദാൻ നോമ്പ് നോക്കാത്തത് ശരീഅത്ത് നിയമപ്രകാരം കുറ്റകരമാണെന്ന്, ഷമി കുറ്റവാളിയാണെന്നുമാണ് ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്ത് സംഘടന ആരോപിക്കുന്നത്. ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിനിടെ മുഹമ്മദ് ഷമി വെള്ളം കുടിച്ചതാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകളെ പ്രകോപിപ്പിച്ചത്. इस्लाम ने रोजे को फर्ज करार दिया है और आकिल बालिग औरत मर्द पर सब पर रोजा रखना फर्ज है और अगर कोई शख्स जानबूझ करके रोजा नहीं रखता है तो निहायत ही गुनहगार है। ऐसे ही क्रिकेटर मोहम्मद शमी ने किया कि उन्होंने रोजा नहीं रखा, जबकि रोजा रखना उनके ऊपर फर्ज और वाजिब है। रोजा न रख करके मोहम्मद शमी ने बहुत बड़ा गुनाह किया। शरीयत की नजर में ये मुजरिम है, शरई कटघरे में खड़े हैं, इनको हरगिज ऐसा नहीं करना चाहिए। ഡൽഹിയിൽ നിന്ന് എസ് നന്ദഗോപനുണ്ട്. നന്ദൻ, കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫി കളിക്കിടെയാണ് ഷമി വെള്ളം കുടിക്കുന്ന ദൃശ്യം ഇതുപോലെ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിപ്പിച്ചത്. ഇതിനാണ് ഇപ്പോൾ ഇസ്ലാമിസ്റ്റുകൾ ഇതിനെതിരെയാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ശരീഅത്ത് നിയമലംഘനം എന്നാണ് ഇതിനെ അവർ പറയുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇന്ത്യൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമിക്കെതിരെയാണ് തീവ്ര ഇസ്ലാമിക സംഘടനകൾ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. മുഹമ്മദ് ഷമി റമദാൻ നോമ്പ് നോക്കാത്തത് ശരീഅത്ത് നിയമപ്രകാരം കുറ്റകരമാണെന്നും ഷമി കുറ്റവാളിയാണെന്നുമാണ് ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്ത് സംഘടന ആരോപിച്ചിരിക്കുന്നത്. ദുബായിൽ നടന്ന ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിനിടെയാണ് മുഹമ്മദ് ഷമി വെള്ളം കുടിക്കുന്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത്. തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഇതിനെതിരെയാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ശരീഅത്ത് നിയമപ്രകാരം നോമ്പ് നോക്കാത്തത് കടുത്ത കുറ്റകരമാണ് എന്നാണ് ഇപ്പോൾ ജമാഅത്ത് സംഘടന ആരോപിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ നന്ദഗോപൻ? ഇക്കഴിഞ്ഞ ഞായറാഴ്ച നടന്ന ഇന്ത്യ ഓസ്ട്രേലിയ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിനിടെ ഇന്ത്യൻ താരം മുഹമ്മദ് ഷമി കളിക്കളത്തിൽ വെച്ച് വെള്ളം കുടിച്ചതാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകളെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ആരോഗ്യവാനായ ഒരു മനുഷ്യൻ റമദാൻ നോമ്പ് പിടിക്കാത്തത് ക്രിമിനൽ കുറ്റമാണെന്നാണ് ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് ഷഹബുദ്ദീൻ റാസി ആരോപിച്ചിരിക്കുന്നത്. മുഹമ്മദ് ഷമി ആരോഗ്യമുള്ള ഒരു മനുഷ്യനാണെന്നും ഇയാൾ വെള്ളം കുടിക്കുന്നത് ലോകമാകെ വീക്ഷിച്ചുവെന്നും ഈ ബൈറ്റിൽ ഇദ്ദേഹം പറയുന്നു. ഇത് ജനങ്ങൾക്കിടയിൽ തെറ്റായ സന്ദേശം നൽകി. ശരീഅത്ത് നിയമപ്രകാരം മുഹമ്മദ് ഷമി ചെയ്തത് ക്രിമിനൽ കുറ്റമാണെന്നും ഷഹബുദ്ദീൻ ആരോപിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഭാരതത്തിന്റെ അഭിമാന താരമാണ് മുഹമ്മദ് ഷമി. ഇത് ആദ്യമായല്ല മുഹമ്മദ് ഷമിയെ ഇത്തരത്തിൽ ആക്ഷേപിക്കുന്നതും അപഹസിക്കുന്നതും. 2003 നടന്ന ഏകദിന വേൾഡ് കപ്പ് മത്സരത്തിലും സമാനമായ രീതിയിലുള്ള ആക്ഷേപ വർഷങ്ങൾ തീവ്ര ഇസ്ലാമിക സംഘടനകൾ മുഹമ്മദ് ഷമിക്കെതിരെ ഉയർത്തിയിരുന്നു. അന്ന് നടന്ന ഫൈനലിൽ, ഗുജറാത്തിൽ നടന്ന ഫൈനലിൽ ഭാരതം പരാജയപ്പെട്ടെങ്കിലും അന്ന് നരേന്ദ്രമോദി അടക്കം ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നേരിട്ട് സ്റ്റേഡിയത്തിലെത്തി മുഹമ്മദ് ഷമിയെ ആലിംഗനം ചെയ്യുന്ന ദൃശ്യങ്ങൾ ഇതിനോടകം അല്ലെങ്കിൽ അന്ന് വൈറലായിരുന്നു. ഈ മുഹമ്മദ് ഷമി ഭാരതത്തിന്റെ വീരപുത്രനാണെന്നാണ് അന്ന് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത്. ഭാരതത്തിന് വേണ്ടി നിരവധി നേട്ടങ്ങൾ നേടിത്തരുന്ന മുഹമ്മദ് ഷമിയെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഇത്തരത്തിൽ ആക്ഷേപിക്കുന്നത്, അപഹസിക്കുന്നത് ഇതാദ്യമല്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അതേസമയം പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങൾ നോമ്പ് നോക്കാറില്ലെന്നും രാജ്യത്തിനായി കളിച്ച മുഹമ്മദ് ഷമിയെ അപമാനിക്കുകയായിരുന്നു ലക്ഷ്യമെന്നും ഷമിയുടെ ബന്ധു ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ മറ്റൊരു സംഘടന, ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് എന്നുള്ള ഒരു സംഘടന ഷമിയെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി നോമ്പ് പിടിക്കണം എന്ന് നിർബന്ധമില്ലെന്നും മുഹമ്മദ് ഷമി യാത്രയിലായതിനാൽ ഷമി നോമ്പ് പിടിക്കേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹത്തിനെതിരെ ഒരു ചെറു വിരൽ പോലും ഉയർത്താൻ ആർക്കും അധികാരമില്ലെന്നുമാണ് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് എക്സിക്യൂട്ടീവ് അംഗം മൗലാന ഖാലിദ് റാഷിദ് ചൂണ്ടിക്കാട്ടിയത്. അതേസമയം സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഇത്തരത്തിൽ മുഹമ്മദ് ഷമിക്കെതിരെ അദ്ദേഹം കളിക്കളത്തിൽ വെച്ച് വെള്ളം കുടിക്കുന്ന ദൃശ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് വലിയ ആക്ഷേപങ്ങളും അപഹാസ്യങ്ങളുമാണ് ചൊരിയുന്നത്. ഗോപനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമിക്കെതിരെയാണ് ഇപ്പോൾ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ രംഗത്തെത്തിയിരിക്കുന്നത്.